ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നിങ്ങൾ കേക്ക് കേട്ടോ. മേക്കപ്പ് ഉണ്ട്. വാ, ഇപ്പൊ തൽക്കാലം അമ്മ വായോ. തരോ മാമൂല്ല, മാമു വെച്ചിട്ടില്ല, മാമു വെച്ചിട്ടില്ല, പൂരിയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് എൻ്റെ എല്ലാ ദിവസവും രാവിലെ എണീക്കുക കേട്ടോ. ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചും ചാക്കോച്ചനും ഇടവും വലവും കട്ടുമ്പോൾ കിടന്ന് അങ്ങോട്ട് തട്ടി എന്നെ എണീപ്പിച്ച് കുരിശ് വരപ്പിക്കാനൊന്നും ചിലപ്പോൾ സമ്മതിക്കില്ല. ചിലപ്പോൾ കുരിശ് വരയ്ക്കിനോട് കൂടിയിട്ട് അതാരാ, അപ്പാപ്പൻ ആരാ, അമ്മാമ്മ ആരാ, വല്യമ്മ, ഇവരുടെ ഓരോരുത്തരുടെയും ഫോട്ടോ ഇങ്ങനെ നോക്കി അതാരാ ഇതാരാ എന്നൊക്കെ ചോദിച്ച് പിന്നെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പുറത്തേക്ക് ഇറങ്ങി വരിക. പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞാൻ മെഴുതിരി കത്തിക്കുന്ന സമയം തൊട്ടാണ് നിങ്ങൾ എന്നെ കാണുക കേട്ടോ. അപ്പോൾ അതുവരെയുള്ള ഒരു പിന്നാമ്പുറ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ദേ രാവിലെ എണീറ്റു, മൂന്നാളും തുടങ്ങി കളികൾ തുടങ്ങി. അപ്പോൾ ഇന്നലെ നമ്മൾ വാങ്ങിയില്ലോ ചെടിച്ചട്ടിയുടെ അതിലത്തെ ഒരു ഇതെടുത്തിട്ടാണ് അവൻ വെച്ചിട്ട് നടക്കണത് കേട്ടോ. അങ്ങനെ ഡാഡി ഇന്ന് ഇത് പുറത്തേക്ക് ഇറങ്ങിയ സമയം നോക്കിയിട്ട് നമ്മുടെ ചാക്കോച്ചൻ ഓടിയതാണ് പുറത്തേക്കിട്ട്. അപ്പോൾ ചട്ടികൾ നോക്കി എങ്ങനെയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ നോക്കുകയാണ്. രാത്രിയാണ് സംഭവം ചെയ്തത്, കാരണം ചട്ടികളുടെ ഓട്ടയൊക്കെ ഒന്ന് അടയ്ക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ അകത്തേക്ക് കയറ്റിയിട്ട് പിന്നെ നമ്മുടെ മറ്റ് പിള്ളേർസ് രണ്ടുപേരും കളിയിലാണ്. നാത്തൂനും ഇവിടെ ഇന്ന് പൂരിയും മസാലയാണ് കേട്ടോ. അപ്പോൾ ഇവർ മൂന്നാളും കൂടിയിട്ടുള്ള കളിയാണ് സ്കൂട്ടർമ്മയുള്ള കളിയും. പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഡിവൈനിൽ നിന്ന് പുറത്തേക്കൊന്ന് പോകണം. അപ്പോൾ ചാക്കോച്ചൻ അക്കിയുടെ വീട്ടിലാണ് കേട്ടോ, ഡ്യൂട്ടി അക്കിയുടെ അവിടെയാണ്. അപ്പോൾ അവിടെ കൊണ്ടാക്കണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നോക്കാൻ പറ്റാണ്ടോ ഒന്നുമല്ല കേട്ടോ. അക്കിക്കും ഈ പറഞ്ഞ പോലെ ഇവനിടയ്ക്കൊന്ന് കാണണം. അപ്പോൾ കുറച്ച് നേരം അവിടെ പോകുമ്പോൾ അവിടെ ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ അതിനാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് പറയും എനിക്ക് നോക്കാൻ മടിയായിട്ടാണ്, അതാണ് ഇതാണെന്ന്. അങ്ങനെയൊന്നുമല്ല, അവനും ഒരു ചേഞ്ച്, അക്കിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ ചെന്നിട്ടുള്ള കളികൾ നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും വീഡിയോസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നും എനിക്ക് അയച്ച വീഡിയോ ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, രാവിലെ ഫിഷ് ടാങ്കൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞാലാണ് അതൊന്ന് സെറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി വേണം അത് വെള്ളം ഒഴിക്കാൻ. ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ കിടക്കണ നേരത്ത് നോക്കിയിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇവിടെ ചേട്ടനും അനിയനും നല്ല കളിയാണ്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അവർ കാണാണ്ട് ഡിവൈൻ പതുക്കെ പോണതാട്ടോ. ഡിവൈനൊന്ന് ത്രെഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. നാളെയും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ അവിടെ ചെന്നിട്ടുള്ള അംഗമാണ് കേട്ടോ ഈ കാണുന്നത്. കളിയാണ്, അതായത് അക്കി മറ്റേ അവിടെ നിന്ന് 1 2 3 പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുക. അപ്പോൾ അക്കി എനിക്ക് കാണാൻ വേണ്ടി അയച്ചു തരുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിൽ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം. അവനവിടെ വെച്ച് ഭയങ്കര ഹാപ്പിയാണ്, ഓട്ടാണ്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ അവർ രണ്ടുപേരും ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കും ഇവൻ ചെല്ലുമ്പോൾ അതൊരു ഉത്സാഹമാണ്. അപ്പോൾ 2-3 ദിവസം കണ്ടില്ലെങ്കിൽ അപ്പാക്കി പറയും കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോയോ, ഞങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ അവനാന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റേതായ ഒരു ലോകമാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്ക് ഓടി കോട്ടയത്ത് എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ ഇപ്പം നമുക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് പോകാവുന്ന ഒരു സ്ഥലം അക്കിയുടെ വീട് മാത്രമാണ്. റോസയോ അല്ലെങ്കിൽ നെല്ലുവന്ത അവിടെ അവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്ന് മാറിപ്പോവാം. ഇതിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്
അവനാകെ മാറിപ്പോകുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. പിന്നെ പുറത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ നമ്മൾ അവനെ അധികം കൊണ്ടുപോകാറുമില്ല. അപ്പോൾ അവൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് അവൻ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ 2 പേര് ഇവിടെ നിന്ന് കളിയാണ്, ഓച്ചുവിൻ്റെ റൂമിൽ ഇരുന്നിട്ടുള്ള കളിയാണ് കേട്ടോ. അങ്ങനെ അവർ കളിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്കിന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോള് വിളിച്ചിട്ടാണ് പറഞ്ഞു അവർ സെറ്റ് മുണ്ടിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ മോളുടെ അമ്മ മരിച്ചു, 1 വർഷം ആവണുള്ളൂ. അപ്പോൾ എനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ മോള് വിഷുവായിട്ട് ഈ വർഷം എനിക്ക് ഒരു സെറ്റ് മുണ്ട് തന്നയക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഡിംപിളിനും ഡിവൈനും 3 പേർക്കും സെറ്റ് മുണ്ട് പേരെഴുതി ഇന്നയാൾക്ക് ഇന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അച്ഛൻ്റെ കയ്യിലാണ് കൊടുത്തയച്ചത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ പരിചയപ്പെട്ടു, ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച നേരത്താണ് അച്ഛൻ വന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ പോയതിന് ശേഷം ഞങ്ങളിതാ സെറ്റ് മുണ്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ കുട്ടികൾ 2 പേരും ഇല്ല. ഡിംപിൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ തോമും പാച്ചുമായിട്ട് റൂമിലേക്ക് അങ്ങോട്ട് നീങ്ങിയേക്കാണ്, ഡിവൈൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊണ്ടുവന്ന വഴിക്ക് അത് തുറന്നു നോക്കി ആ മോളോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ വെറൈറ്റി സെറ്റ് മുണ്ടാണ് കേട്ടോ. 3 അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം. ഇപ്പം ഞാൻ ഓരോ കുട്ടികളിങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ ഉടുത്ത് കണ്ടായിരുന്നു, ഇങ്ങനെ വിത്ത് ബ്ലൗസൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ മോള് ഞാൻ കുറേ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അപ്പോഴാണ് ആ മോള് പറഞ്ഞത് ആ മോളുടെ അമ്മ ഇപ്പം ഇല്ലയെന്നും ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം സെറ്റ് മുണ്ടാണെന്നും. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് എനിക്കെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം കുറേ കുട്ടികൾ എന്നെ അമ്മമാരുടെ സ്ഥാനത്ത് കാണുന്നുണ്ട്. കണ്ടമാനം കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾ നാട്ടിലില്ല പക്ഷേ ഞങ്ങളുടെ അമ്മേനെ മിസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ മോളുടെ കോൺടാക്റ്റ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ആ കുട്ടി മക്കൾക്ക് ആർക്ക് എങ്ങനത്തെ വേണമെന്ന് വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ളത് കാണിക്കാണ്ടിരിക്കില്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ മോളോട് ചോദിക്കാണ്ടാണ് ഈ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളും ഇടുന്നത്. എൻ്റെ ഒരു വിശ്വാസം കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഞാൻ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ആ മോളോട് ഒന്ന് ചോദിച്ചില്ലല്ലോ നമ്പർ ഇടാനെന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ഞാനൊരു വേറെ കാര്യത്തിലല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞാനിത് ഉടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഉടുത്തിട്ട് ഞങ്ങൾ ഫോട്ടോസ് കാണിക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ പോലും നിങ്ങളറിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ആ ചേട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ 2 ആളും കൂടി അവിടെ ഇരുന്ന് കളിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ സെറ്റ് ആകെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. നോക്കുമ്പോൾ ഒന്നുമല്ല, അവർ മിണ്ടാണ്ടിരുന്ന് കളിക്കായിരുന്നു. 2 ആളുടെ കയ്യിൽ ഒരേ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളം ഇങ്ങനെ കുടിച്ചപ്പോൾ അത് മൊത്തം അവിടെ പോയി. അവർ ഒരക്ഷരം മിണ്ടിയില്ല, 2 ആളും മിണ്ടാണ്ട് എനിക്ക് പോയി. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇത് മുഴുവൻ നനഞ്ഞ് കിടക്കുക. അപ്പോൾ അതൊക്കെ ഈ വെയിലത്ത് വെച്ചു. പിന്നെ നല്ല വെയിലുള്ള കാരണം ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ അങ്ങനെ പോയതിന് ശേഷം അപ്പോൾ ആ സമയത്ത് ഡാഡി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡാഡി പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പേളിൻ്റെ 2/8 വളകളാണ് കേട്ടോ. ലക്ഷ്മിയുടെയും പേളിൻ്റെയും 2/8 വളകൾ. ലക്ഷ്മിയുടേതല്ല, പേളിൻ്റെയാണ് 2/8. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാതും അത് ക്രിസ്ത്യൻ കുട്ടിയാണ്, ആ കുട്ടിക്ക് ലക്ഷ്മിയുടെ അല്ലായിരുന്നു ആവശ്യം, പേളിൻ്റെ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പേളിൻ്റെ ബോക്സ് എടുത്തപ്പോൾ അതിലെല്ലാതും ഉണ്ട്. ഇതൊക്കെ ആൻറ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ആൻറ്റിക് വളകളാണ്. ഭയങ്കര ഭംഗിയായിട്ട് എന്താ പറയുക, എന്ത് വർക്കെന്നാ പറയുക, അതുപോലെ നല്ല രസമുള്ള വളകളാണ്. അപ്പോൾ ഇത് 2/8 ചിലത് എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിപ്പോൾ കാണിക്കുന്നത് 2/8. അപ്പോൾ 2/8 ഇന്നലെയും ഞാൻ ഈ പറഞ്ഞ പോലെ 2/6 സൈസ് ഞാൻ നവരത്നമൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും 2/6 സൈസുള്ള ആൾക്കാർ തന്നെയാണ് എന്നോട് വള ചോദിച്ചത്. അതൊന്നും ചോദിക്കേണ്ടതില്ല, ആൻറ്റി ഈ വളയുണ്ടോ? അപ്പോൾ ഉണ്ട്, എനിക്ക് 2/6 തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഇത് 2/8 വളകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ അളവ് 2/8. എനിക്ക് പേളിൻ്റെ വള വേണം, എന്നാൽ പിന്നെ ഇതൊന്ന് ചോദിക്കാം. അങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് ചോദിക്കുക. ഇത് പേളും ബ്ലാക്കും റൂബിയും റയർ കോമ്പിനേഷനാണ് ആയിട്ടുള്ള വളയാണ് കേട്ടോ. ഇതൊക്കെ ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ 1 പീസ് 2 പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞതാണ്. അങ്ങനെ ഉച്ചയിലത്തെ ഊണ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഊണ്. കുടപ്പൻ ഉപ്പേരി വെച്ചിട്ടുണ്ട്, ഇന്നലത്തെ ചേനുപ്പേരി ഉണ്ട്, പിന്നെ മുതിര കാച്ചിയുണ്ട്, പിന്നെ പപ്പടവും കൊണ്ടാട്ടവും. ഇതാണ് നമ്മളുടെ ഉച്ചയിലത്തെ. പിന്നെ തൈര് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ തൈര് എടുക്കാം. അച്ചാറും തൈരൊക്കെ എപ്പോഴും പുറത്തുതന്നെ ഇരിക്കുന്നതാണ്. സെറ്റ് കേട് അകത്ത ഫ്രിഡ്ജിലാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ 2/8 വളകൾ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം
അടുത്തൊരു സെക്ഷനും കൂടി എടുത്തിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. ഇത് കരിമണി മാത്രമാണ്, 2.8 തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2.8 ബോക്സാണ്. 2-3 പുറത്തിരിക്കുന്നത് ആ മറ്റേ കുട്ടിക്ക് വേണ്ടി. ആ മോള് 3 കൂട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, റൂബിയും ബ്ലാക്കും പേളും. അപ്പോൾ റൂബിയുടെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ആ മോളോട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ രാത്രിയിൽ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എനിക്കിന്ന് പതിവിൽ വിട്ട് കുറേ പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ, വഴിയേ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ മോളോട് പറഞ്ഞു അത് ഞാൻ നാളെ കാണിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും ഞാനത് നാളെ കാണിക്കാം കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ വള എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം പോലും വാങ്ങിക്കാത്തൊരു വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പാപ്പൻ വന്നപ്പോൾ ചാക്കോച്ചനൊരാഗ്രഹം ഒന്ന് സ്കൂട്ടറുമ്പോൾ റൗണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ വെറുതെ മുറ്റത്ത് കൊണ്ടുവന്ന് ആക്കി കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോമൂനെ കണ്ടോ, തോമൂൻ്റെ മുടിയൊക്കെ നെറ്റിമേലേക്ക് വന്നു തുടങ്ങി, കണ്ണിലേക്ക് വീണു തുടങ്ങി. പക്ഷെ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെട്ടായിരിക്കുമ്പോൾ അവൻ സമ്മതിക്കില്ല. അപ്പം നാളത്തെ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് വെട്ടാമെന്ന് വിചാരിച്ചിട്ട് മുടി തെങ്ങും കൂടി കെട്ടി വെച്ചേക്കാട്ടോ. അങ്ങനെ ചാക്കോച്ചൻ്റെ വരവാണ് ഈ കാണുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അക്കിടോടുന്ന് വന്നതിൻ്റെ പിന്നാലെയാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ബഹളവും കാര്യങ്ങളും അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവനൊരു പ്രത്യേക വൈബാണ്. അവിടുത്തെ എന്താ പറയുക, അവരുടെ ആ ഇടയിൽ കിടന്നിട്ടപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ഇവൻ പ്രത്യേകിച്ച് ഒരു ഫാമിലി കുട്ടി പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം നേരം വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു മോനാട്ടോ. അപ്പോൾ ഞാൻ പറയും 3 പേരുണ്ടായിട്ട് 2 പേർക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവൻ ചെയ്യണതെന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിമ്പിളിന് ഇന്നൊരു യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിൾ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി നിൽക്കാറുണ്ട്. ഇന്ന് പതിവിൽ വിട്ട് എന്താ പറയുക, ആൾ കമ്മലോ മാലയോ വളയോ ഒന്നും ഊരാൻ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഇന്നെന്തോ തന്നെ പോയിട്ട് ബ്ലാക്ക് കമ്മലും മാലയും വളയും ഒക്കെ ഇട്ടിട്ട് വന്നു. അപ്പോഴാണ് നമ്മുടെ പാച്ചുൻ്റെ ക്ലാസ്സിലെ മോളാണ് സൈറ. മുമ്പും ഞാനത് കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ ക്രിസ്മസിനുള്ള ഗിഫ്റ്റ്, പിന്നെ ആ മോളുടെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് റിട്ടേൺ ഗിഫ്റ്റ്, ആഷിയുടെ കൊച്ചിൻ്റെ ബാപ്റ്റിസത്തിനുള്ള റിട്ടേൺ ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ മൊത്തം മാറി. അങ്ങനെ ഊബറാന്ന് വെച്ചാൽ ഇന്ന് ഈ വഴിക്ക് എവിടേക്ക് വിളിക്കുമ്പോഴും പറ്റില്ല എന്നുള്ളൊരു ഇതും. അപ്പോൾ പോകാനുള്ള യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു, അല്ലാണ്ട് രക്ഷയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഡിംപിൾ അത് കാത്തുനിന്ന് സംഭവം വന്നു. ഇതാണ് സംഭവം. ഭയങ്കര ഭംഗി കേട്ടോ. അവർ റിട്ടേൺ ഗിഫ്റ്റ്സ് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്യുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടത്താരും അനിയത്തിയാരും കൂടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അത് ഡിംപിളിൻ്റെ ചാനലിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് അഡോബ്സ് എന്നുള്ളത്. അപ്പോൾ ഞാനത് ഇതുമ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്തു എന്നുള്ളൂ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് പോട്ടും ചെടിയായിട്ട്, പിന്നെ ഇതിന്മേൽക്കുള്ള ബാക്കിയുള്ള ഹാങ്ങിങ്ങും സംഭവമൊക്കെ സെപ്പറേറ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്നിച്ചുള്ള സംഭവമാണ് നമ്മൾ ആദ്യം കണ്ട പിക്ചർ കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, അങ്ങനെയാണ് അത് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ വെക്കുക. അത് കൊണ്ട് ചെന്നിട്ട് സെറ്റ് ചെയ്യണം. അത് എക്സ്ട്രാ അതാണ് നല്ല സെൻറ്റഡ് പേപ്പറിലാണ് കേട്ടോ. അത് നല്ല എന്താ പറയുക, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ തെറ്റായിട്ട് പറഞ്ഞ് ധരിപ്പിക്കണ്ട. എന്തായാലും നല്ലൊരു റിട്ടേൺ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കണതും കൊടുക്കണതും ഒക്കെ. അപ്പോൾ വെറൈറ്റി റിട്ടേൺ ഗിഫ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് ഡാഡി നമ്മുടെ ചട്ടികൾ ഇന്നലെ കൊണ്ടുവന്നത് മുഴുവൻ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ്, അതായത് ഓട്ട ഒക്കെ ഒന്ന് അടയ്ക്കുകയാണ് കേട്ടോ. പിന്നീട് ഓർത്തത് അവിടെ ഓട്ട ഇല്ലാത്ത ചട്ടികളുണ്ടായിരുന്നു, അത് വാങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഓർത്തത്. അവിടെ വെച്ചിട്ട് അത്ര പോയില്ല. അവിടെ വെച്ച് നമ്മൾ ഓട്ടയുള്ളത് വേണമല്ലോ എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവിടെ പുറത്തിരിക്കുന്ന ചട്ടി നേരെ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് വെള്ളത്തിലായി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ ചട്ടിയിൽ എപ്പോഴും നനവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നീടാണ് അതിനെക്കുറിച്ച് ചിന്ത വന്നത് കേട്ടോ. അങ്ങനെ ഡിംപിൾ 7 മണി വരെ കാത്തു നിന്നു. നമ്മുടെ ഊബർ വരാൻ വേണ്ടി 6:45 വരെ നിന്നു. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. എറണാകുളത്ത് സാധാരണ പോകുന്നത് വിളിച്ചു നോക്കി, എവിടെ നിന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ആ ആശയം അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഏതെങ്കിലും ഒരു കാര്യം നടന്നല്ലോ. റിട്ടേൺ ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ടുണ്ട്. അത് 2 പ്രാവശ്യമായിട്ടാണ് കൊണ്ടുവന്നത്. ആദ്യം ഒരു സെറ്റ് കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊരു സെറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഡിംപിൾ പോയി കഴിഞ്ഞാൽ
അത് നമ്മൾ ചെയ്യേണ്ടി വന്നേനെ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം നടന്നു എന്ന് ആശ്വസിക്കാമല്ലോ. അങ്ങനെ ആ സംഭവം വാങ്ങി വെച്ചതിന് ശേഷം നമ്മളുടെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, ഇത് എന്താണ്, എവിടെ നിന്നാണെന്നൊക്കെ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിലയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് 4 കോംബോ ആയിരുന്നു, 4 ഫ്ലേവർ ഒന്നിച്ച് ഒരു ഇതിൽ അങ്ങനെയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ കുറേ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ നടയിൽ കത്തിക്കണ കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ്, എന്താണ്, എങ്ങനെയാണെന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഈ മറുപടി പറയുന്നത്. അപ്പം ഞാൻ വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴാണ് അവിടെ നിന്ന് ഡാഡി വിളിച്ചത്, ഇതാ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് മുകളിലേക്ക് ഇത് കൊണ്ട് വെക്കാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാഡിയാണ് കേട്ടോ ചെയ്യുക. ചെടിയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡാഡിയാണ് എനിക്ക് ചെയ്തു തരാം. അപ്പം നമ്മളിങ്ങനെയാണ് വെക്കാൻ പ്ലാൻ ചെയ്തത്. അതായത് ഓൾറെഡി കിണറിൻ്റെ മുകളിലും സൈഡിലൊക്കെ നല്ല ഭംഗിയിൽ ചട്ടികൾ നിറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നേരെ ഈ ചട്ടിയിൽ വെച്ച്, അടിയിലത്തെ ചട്ടി മറ്റേ ഓട്ടടച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ അവിടെ നിൽക്കും. കാരണം മുകളിൽ അത്ര വെയില, മൊട്ട വെയിലെന്ന് പറഞ്ഞാൽ മൊട്ട വെയില. അപ്പോൾ ഉള്ള ചട്ടികളൊക്കെ നമ്മൾ മാറ്റി ചെയ്ത്, ഇപ്പം നിങ്ങൾ നോക്കിയറിയാം മുകളിലേക്ക് ചട്ടിയേ ഇല്ല. അപ്പോൾ ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ കയറി ഇങ്ങനെ നോക്കി കണ്ടപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്കും മനസ്സിലൊരു സന്തോഷം. അപ്പോൾ ഡിവൈനും പറഞ്ഞു, ഇനി എനിക്ക് നനയ്ക്കാം മമ്മി, കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ സ്ഥിരം നനച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരാളത് ചെയ്യാനായിട്ടൊരു ഇഷ്ടം കാണിക്കുമ്പോൾ എനിക്ക് സ്വതവേ ഉള്ളത്, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് കുട്ടികൾ അവരെന്തെങ്കിലും ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, അതാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇതിനാണ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു 2-3 വർഷം മുമ്പത്തെ വീഡിയോ നോക്കിയറിയാം, നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ഈ മറ്റേ പാരപ്പറ്റുമ്മ ഇങ്ങനെയായിരുന്നു നിറച്ച് ചെടികൾ. അവിടെ മാത്രമല്ല മുകളിലും താഴ്ത്തും ഒക്കെ മണി പ്ലാന്റും അതും ഇതൊക്കെ ആയിട്ട് നിറച്ച് ചെടികളായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയുക, ഒറ്റ ഇടിപ്പിൽ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ കുറച്ച് ചെടികളായിട്ട് പതുക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഡിവൈൻ മുകളിൽ കംപ്ലീറ്റ് ജസ്റ്റ് നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ഞാൻ പറഞ്ഞു വൈറ്റ് നമ്മൾ ഇന്നലെ വാങ്ങിയില്ലേ വെള്ള കുഞ്ഞു ചട്ടി കോണിമ വെച്ചത്, ഞാൻ പറഞ്ഞു അങ്ങനത്തെ വാങ്ങിത്തരാം, അകത്ത് മുഴുവൻ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ അങ്ങനെ ചെയ്യണമെന്ന് കണ്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതൊക്കെ ഡിവൈൻ പുതിയത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ നാളുകളായി മുകളിൽ കയറിയിട്ട്. അപ്പോൾ ഇന്ന് മുകളിൽ കയറി ഡിവൈൻ ഇങ്ങനെ കാണിച്ചു തരാം, ഇത് കണ്ടു എന്ന് ചോദിച്ചപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. ഇത് ശരിക്കും ഉണങ്ങിപ്പോയതായിരുന്നു, അത് രണ്ടാമത് പിടിച്ചു വരികയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നപ്പോൾ കാണിക്കാൻ ഉള്ള ഡിവൈൻ്റെ ഇൻട്രസ്റ്റും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ്റെ അച്ചാച്ചൻ്റെ ഇൻട്രസ്റ്റാണ് ഡിവൈന് കിട്ടിയതെന്ന് വെച്ചാൽ, ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരു പൂങ്കാവനം തന്നെ പണിയും. അച്ചാച്ചൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ ചെടികൾ. നമ്മൾ അവിടെ പോയപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇനി ഞാൻ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ നോക്കാൻ, ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ, വീട് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയും അച്ചാച്ചനെയാണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടതെന്ന് പറയും. കാരണം അത്ര ഇഷ്ടമാണ് വീടിങ്ങനെ ഭംഗിയിൽ നിർത്താനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രിയൊന്നും നോക്കിയില്ല, കുട്ടികളെ 3 ആളെ ഡിമ്പിളുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതിട്ടാ. ഡോൺ എത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ചൂടുകൊണ്ട് മുകളിലത്തെ ടൈൽസ് 2ാമത്തെ തവണ റെഡിയാക്കിയത്. ഇപ്പോൾ ഇന്ന് കയറിയപ്പോൾ വീണ്ടും അത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് AC നന്നാക്കാൻ വേണ്ടി പിള്ളേർ വന്നപ്പോൾ അവരിങ്ങനെ ഓടിപ്പോയി അവിടെ ഇങ്ങനെ പൊളച്ചിട്ടാണ് നിൽക്കേണ്ടത്. ചൂടുകൊണ്ട് ഭയങ്കര വെയിലാട്ടോ മുകളിൽ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങളിതേ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ 2ാമത്തെ ഒരു സെക്ഷൻ അവർ കൊണ്ടുവന്നു സംഭവങ്ങൾ, സേറയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അത് 2ാമത്തെ സെക്ഷൻ കൊണ്ടുവന്നപ്പോൾ പെട്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ആദ്യത്തെ സെക്ഷൻ കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പേപ്പറുമൊക്കെ മാറ്റി ഇതാക്കുക ചെയ്തത്, ജനലേമ ഒതുക്കി വെക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഡോൺ വന്നു. അപ്പോൾ ഡോൺ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോൺ വന്ന് ഇതൊക്കെ കണ്ട് കുറച്ച് നേരം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച്, ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ നിർത്തിക്കുട്ടിയാണ് ഞങ്ങൾ അകത്ത് കയറി ഇരിക്കണ വരെയുള്ള സംസാരം. അപ്പോൾ തോമു പറഞ്ഞു കൊടുക്കുക, സേറ വീട്ടിൽ നിന്ന് വന്നു, ഇത് കൊണ്ടുവന്നു, അതാണ് ആഷിയുടെ കൊച്ചിൻ്റെ ഇതിനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളാണ്. അങ്ങനെ കയറി കഴിഞ്ഞ് കുറേ നേരം ഞങ്ങളിങ്ങനെ ഇരുന്ന് ഓരോ സംസാരം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഒന്ന് പുറത്തേക്ക് പോകാമെന്നുള്ളത്. അപ്പം ഞാനും പറഞ്ഞു, കുട്ടികളെയും കൊണ്ട് എപ്പോഴും ഈ അകത്തിരിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ചാക്കോച്ചന് ചോറ് വേണം. അപ്പോൾ എപ്പോഴും ചോറ് ഞാൻ തന്നെ കൊടുക്കണം. അപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെയാണ്. അവന് ചോറേ വേണ്ടു. ആ ചോറ് കൊടുത്തില്ലെങ്കിൽ അത് ഞാൻ തന്നെ കൊടുക്കണം. അത് ആ സ്റ്റീൽ കിണ്ണത്തിൽ തന്നെ അവന് വേണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ഫിഷ് ടാങ്ക് ചോറ് എങ്ങനെയുണ്ട് നോക്കാനായിട്ട് ഡാഡിയും മോളും കൂടി വെള്ളമൊഴിച്ച് നോക്കണം എന്തായി ഏതായി എന്നുള്ളത്. പിള്ളേർസ് നല്ല കളിയാത്ത ചാക്കോവും തോമും ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചും തോമും എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടേതായ കളികളിൽ ഏർപ്പെട്ടിരിക്കുക. ഇങ്ങനെ ഫോണിൽ ഗെയിംസുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ കോൺവെർസേഷൻ കേൾക്കാൻ ഭയങ്കര രസമാട്ടോ. രണ്ടുപേരും ഇങ്ങനെ ഹായ് ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്റ്റൈലിഷായിട്ടുള്ള സംസാരമാണ് കേട്ടോ രണ്ടാളുടെയും. അപ്പോൾ ഇവിടെ ചാക്കോച്ചൻ ഭയങ്കര ഡാൻസാണ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ പോരാത്ത ഡാൻസ്, ഇലുമിനാറ്റിയാണ് അവൻ്റെ മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ അത് കളിയാണ്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ കളിക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് അക്കിക്ക് അയച്ചു കൊടുക്കണം. അപ്പോഴാണ് മൂപ്പർക്ക് സങ്കടം, അപ്പോൾ സന്തോഷം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് പറയും അക്കിയെ ചാക്കോച്ചൻ കളിക്കണ്ടിട്ടാന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് കുട്ടികളെയും കൊണ്ടൊരു ജസ്റ്റ് ഒന്ന് പുറത്ത് പൊക്കോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഡോണും 3 കുട്ടികളെയും കൊണ്ട് ഒന്ന് പോയി. അപ്പോൾ ഞാനും ഡാഡിയും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾ പോയിട്ടൊന്ന് ചില്ല് ചെയ്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടതാട്ടോ. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ചില്ല് ചെയ്തിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. 3 പേരും ഞങ്ങൾക്കുള്ള ഫുഡും കൊണ്ടാണ് വന്നത് കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചോറും കറികളും ചപ്പാത്തിയും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവർ പുറത്ത് പോയി വരനോടുകൂടി ഞങ്ങൾക്കുള്ളതും കൂടി കൊണ്ടുവന്നു. അങ്ങനെ പോവുകയാണ് അവർ. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളായാലും വീടുകളിൽ നമ്മുടെ കുഞ്ഞു മക്കൾ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ അവരെയും കൊണ്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു സമാധാനം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വെക്കേഷനാണ്. ഇപ്പോൾ അച്ഛന്മാരോടേക്ക് പോണ കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സ്കൂൾ പൂട്ടി അന്ന് തന്നെ അച്ഛൻ്റെ അവിടേക്ക് പോയി പിന്നെ കുറച്ച് ദിവസം അവിടെ ചില്ല് ചെയ്ത് തിരിച്ചു വരിക അങ്ങനെ പറ്റും. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ കോട്ടയത്തേക്ക് അവിടേക്ക് എത്തണം. അവിടെ പോയാലും അവിടെ അച്ചാച്ചനും അമ്മാമ്മയും ഡിവൈനും മാത്രമേ ഉള്ളൂ. വേറെ ആങ്ങളമാരോ ആരും ഇല്ല ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകാനോ എടുക്കാനോ ഒന്നും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഡിംപിളിനായാലും ഡിവൈനായാലും അവർ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ അവരുടേതായ ഒരു ലോകം അവർ എന്താ പറയുക ഒരു നല്ലൊരു സ്പേസ് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ഭംഗിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള അവസരം ഞാനും ഡാഡിയും അതുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ അത് എൻ്റെ നിൻ്റെ എന്നൊന്നുമില്ല, നമ്മളുടെ 3 കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, പറ്റാവുന്നത് അവനവൻ്റെ കയ്യിലൊതുങ്ങണത് കൊക്കിലൊതുങ്ങണത് എന്ന് പറയില്ലേ, അത് ഞാൻ ഡോണിനോടായാലും ഡിംപിളിനോടായാലും പറയും. നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് അവരെ ശീലിപ്പിക്കുക. കാരണം ഇത് വലുതാവുമ്പോഴും അവർക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും ഉറപ്പുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ അവർ ചോദിക്കുന്നതും പറയണതും ഒക്കെ വാങ്ങിക്കൊടുത്ത് വന്ന് നമുക്ക് അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടികൾ വേറൊരു ലെവലായി മാറും. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, നമ്മൾ ഉള്ളത് വെച്ചിട്ട് വേണം കുട്ടികളെ എന്താ പറയുക ശീലിപ്പിക്കാൻ. അതുപോലെ 10 രൂപ കിട്ടുമ്പോൾ നമ്മൾ 10 രൂപയിൽ 2 രൂപയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. കാരണം പ്രത്യേകിച്ച് ബിസിനസ്സുകാർ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാളോടും ചോദിക്കാണ്ട് നമ്മുടെ കയ്യിലത്തെ കാശ് കൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഡോണിനോടായാലും ഡിംപിളിനോടായാലും കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ ഡിവൈനോടായാലും ഇപ്പോൾ ഡാൻസൺ പിന്നെ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഞാൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ളവരോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 3 പേരോടും ഞാൻ മാറി മാറി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ പറയും ഞങ്ങളുടെ ലൈഫ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയും. കാരണം ഞാൻ അവരോട് പറയും നമ്മൾക്ക് ഇന്ന സംഭവത്തിന് ഇന്ന കാശ് വേണം, ഇന്നതിന് ഇന്നത് വേണം എന്നുള്ളത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ കയ്യിൽ എന്താണോ ബാക്കി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക എന്ന് പറയും ഞാൻ. അതുപോലെ ചില മാതാപിതാക്കളുണ്ട്, അവർ വലുതായി അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മക്കളെപ്പോഴും നമ്മുടെ മക്കളാണ്. അപ്പോൾ മരിക്കുന്നത് വരെ നമുക്കായാലും അവർക്കായാലും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവർ ചെയ്യുന്നത് ശരിയായിരിക്കും ഉടനെ അത് ചൂണ്ടിക്കാണിച്ച് ആ ചെയ്യുന്നത് ശരിയല്ല, ഇതുപോലെ ചെയ്താൽ കുറച്ചും കൂടി നന്നാവണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മളെക്കാൾ നന്നായി വേറെ ആരും പലപ്പോഴും. അതുപോലെ തന്നെ നമ്മളുടെ മക്കൾ ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ഒരാൾ നമ്മുടെ മക്കൾ സമ്പാദിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണെന്നാണ് ചില മാതാപിതാക്കൾ കുറേ പേർക്കുണ്ട്. കല്യാണം
കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അവരായി അവരുടെ പാടായി പേരിന് എന്തെങ്കിലും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ജീവൻ കഴിക്കാൻ വേണ്ടി എല്ലാം കഴിഞ്ഞ് നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണം ആ സങ്കടം കാണേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മളോട് അങ്ങനെ ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യുന്ന കാര്യം. അപ്പോൾ കുറേ പേര് എന്നോട് ജീവിതം മുന്നോട്ട് പോകണില്ല, നമ്മൾ ഒരുപോലെ ഇതുപോലെ നേരത്തിനും കാലത്തിനും അതിനുള്ള മറുപടിയാണ് ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യം. അല്ലെങ്കിൽ അല്ലാത്തവർ എന്തെങ്കിലും അത് കുഞ്ഞു മക്കളോട് പറയുന്ന അതേപോലെ തന്നെ ഇഷ്ടമുള്ളത് ഞാൻ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് രണ്ട് കാറ്റഗറി നമ്മൾ വേണം ഈ ചിരിയും കളികളിൽ എപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ദഹിക്കുന്ന ഒരു കാര്യമാണ്. വളരെ എന്താ പറയുക, ഞാൻ കുട്ടികളോട് പറയുന്ന എല്ലാ ഒതുക്കിപ്പോയി നമ്മൾ നല്ല പുള്ളി ഏത് രീതിയിൽ പുള്ളിയും മുട്ടയും ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ നമുക്ക് മനസ്സിലായിരിക്കട്ടെ അങ്ങനെ സമ്പാദ്യം ഡാഡിയും അതോ കൂട്ടത്തിൽ ഡോൺ പറയുക കുട്ടികൾക്ക് എന്തോ പിസ്സയൊക്കെയാണ് വാങ്ങിക്കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് കിടക്കാനുള്ള പുറപ്പാട്. അപ്പോൾ ഡാഡിക്ക് പനിയുടെ ഒരു ചെറിയ കോളുണ്ട്, ഇനി എന്താവും എന്നുള്ളത് അറിയില്ല നാളെ രാവിലെ. അപ്പോൾ ഇതാണ് കേട്ടോ ആ റിട്ടേൺ ഗിഫ്റ്റ്. ഇതെങ്ങനെയാണത്, ഇതാണ് അവരുടെ അഡോപ്സ് എന്നുള്ള സംഭവം. അത് കഴിഞ്ഞ് ഇതിന് ഒരു പാക്കിങ്ങും കൂടി ഉണ്ട്, നല്ല സെൻറ്റഡ് പേപ്പറിലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു കുട്ടികളുടെ ഇൻവിറ്റേഷൻ കാർഡ് പണ്ട് ഇങ്ങനെയായിരുന്നു. പണ്ടല്ല, ഒരു 10 വർഷമാവണോ അവരുടേത്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്നത്തെ ഒരു ദിവസം അത് നല്ല രീതിയിൽ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ചില ദിവസം ഞാൻ പറയില്ലേ നമുക്ക് നല്ല ദിവസമായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമായിരുന്നു, കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇന്നും അത് എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു. കാരണം വിഷു കൈനീട്ടം കിട്ടി, ആ മോളുടെ കയ്യിൽ നിന്ന് സെറ്റും കൊണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഗിഫ്റ്റ് നിറച്ചാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളുടെ മുകളിൽ ഞാൻ ഒരേ വശത്തുനിന്ന് ഒതുക്കി തുടങ്ങി. അതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കേട്ടോ. അതൊക്കെ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ